കണ്ണടച്ച് നടക്കണത് ഞാൻ കണ്ടു. കണ്ണടച്ച് നടക്കണത് ഞാൻ കണ്ടു. ഇന്ന് മിക്കവാറും വീട്ടിൽ കയറ്റാൻ വഴിയില്ല. ചേച്ചി വേറെ മൂടില്ല. അയ്യോ, ഏതോ പ്രതി പിടിക്കാൻ പോലെ പോവാണ്. സംഘാടകരെ ധിക്കരിക്കുന്നവർക്ക് സമ്മാനം തരില്ല. ആ ബോഡി വിത്ത് മസിൽസ് ആണ്. ഞങ്ങൾ വലിയ യോജിപ്പുള്ളവരാണ്. ഞങ്ങളൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ചേരും. ഞങ്ങൾക്ക് സ്നേഹമേ ഉള്ളൂ, ഈഗോ ഇല്ല. കാലടി ഓമന ചേച്ചി കുറെ നാളെ നമ്മളെ പറ്റിക്കായിരുന്നു. എന്താണ് ഈ കാലടി എന്ന് പറയുമെങ്കിലും ചേച്ചി 5 അടി ഒരിഞ്ചുണ്ട്. വിളിച്ചിറക്കൊണ്ടങ്ങ് പോവാ. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആത്മഹർഷം 2025 എന്ന ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ആത്മാസുഹൃത്തുക്കളെയും ആത്മാംഗങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ പരിപാടിയിലെ മുഖ്യ ഏരിയയിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് നമുക്ക് ഏറ്റവും സന്തോഷം ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ദേശീയ പുരസ്കാരമാണ്. നമ്മുടെ പ്രിയപ്പെട്ട പത്മഭൂഷൺ ശ്രീ മോഹൻലാൽ സാറിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടന് ശ്രീ മോഹൻലാൽ സാറിന് ആത്മയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ തന്നെ സ്വന്തം മെമ്പറായ ശ്രീ വിജയരാഘവൻ, അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചിരുന്നു. അദ്ദേഹം ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നമ്മൾ ക്ഷണിച്ചിരുന്നതാണ്. പക്ഷേ ഇന്നാണ് അദ്ദേഹത്തിന് ഡൽഹിയിൽ വെച്ച് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, മികച്ച സഹനടനുള്ള കഴിഞ്ഞ വർഷത്തെ ദേശീയ പുരസ്കാരം നൽകുന്നത്. അതുകൊണ്ട് അദ്ദേഹം പോയിരിക്കുന്നു. അദ്ദേഹം വളരെ അഭിമാനത്തോടെ നമ്മൾ പറയുന്നു, ആത്മയുടെ പ്രിയപ്പെട്ട മെമ്പറായ ശ്രീ വിജയരാഘവനും ആത്മയുടെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യപരിപാടികളിലേക്ക് നോക്കാം. ഞാൻ ആദ്യമേ പറയട്ടെ, ഇതൊരു ഔപചാരികമായ ചടങ്ങൊന്നുമല്ല. ഇത് വളരെ ഇൻഫോർമലായിട്ടുള്ള, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഒരു കൂട്ടായ്മ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഔപചാരികതയുടെ ലക്ഷണങ്ങൾ ഒരു ഏരിയയിൽ നമ്മൾ പ്രകടമാക്കുന്നില്ല. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്നു, ഹൃദയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. നമുക്ക് ഇന്നത്തെ പ്രധാന കാര്യപരിപാടികളിലേക്ക് കടക്കാം. അതിനു വേണ്ടിയിട്ട് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ആത്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രസിഡന്റ്, നമ്മളെല്ലാവരും ഭൂരിപക്ഷവും ഗണേഷ് ചേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീ KB ഗണേഷ് കുമാർ, ഓണറബിൾ മിനിസ്റ്റർ ഫോർ ട്രാൻസ്പോർട്ട്, ഗവൺമെൻറ് ഓഫ് കേരളയെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ആത്മ ജനറൽ സെക്രട്ടറി ശ്രീ P ദിനേശ് പണിക്കർ, ആത്മ സെക്രട്ടറി ശ്രീ പൂജപ്പുര രാധാകൃഷ്ണൻ, ആത്മ വൈസ് പ്രസിഡന്റ് ശ്രീ മോഹൻ അയരൂർ, ആത്മ ട്രഷറർ ശ്രീ സാജൻ സൂര്യ എന്നിവരെയും വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാനും ആത്മയുടെ ഒരു വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് ഈ ധന്യമുഹൂർത്തത്തിൽ ഞാനും ഇവരോടൊപ്പം ചേരുകയാണ്. ഞാൻ ഗണേശനം പറഞ്ഞതുപോലെ ഞാൻ എന്നെ സ്വയം സ്വാഗതം ചെയ്യുന്നു. അജിത് ഏട്ടൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ലൈറ്റ് കാണാൻ പറ്റുന്നില്ല. ശ്രീ അജിത് രവി പെഗാസസ്. നമ്മുടെ ദീപം തെളിഞ്ഞു കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഔപചാരികമായിട്ട് ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നമ്മുടെ ഗണേഷ് ചേട്ടൻ്റെ നിന്നും നമുക്ക് അറിയുവാനും പറയുവാനും കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് ആത്മഹർഷം, എന്താണ് ഇന്നത്തെ ഈ സന്ധ്യയുടെ പ്രത്യേകത എന്നൊക്കെ ഗണേഷ് ചേട്ടൻ നമ്മളോട് എല്ലാവരോടും സംസാരിക്കുന്നതായിരിക്കും. എൻ്റെ ഏറ്റവും സ്നേഹമുള്ള ആത്മയിലെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർ ചേട്ടൻ, നമ്മുടെ ഇവിടെ ശ്രീ അജിത് രവി പ്രകാശസ്, പ്രിയമുള്ള ദിനേശ് പണിക്കരടക്കം ആത്മയുടെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, ഇത്തരത്തിലൊരു നല്ല ചടങ്ങ് ആത്മഹർഷം എന്നൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ അവസരം ഉണ്ടാക്കി തന്നത് അജിത്താണ്. അജിത്തിനോടുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഒരു ഒത്തുചേരലാണ്. ആത്മയിലെ അംഗങ്ങൾ എപ്പോഴും സ്നേഹത്തോടെ ഒത്തുചേരുന്നവരാണ്. നമ്മളെപ്പോഴും നമ്മുടെ ജനറൽ ബോഡി ആണെങ്കിലും മറ്റ് പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ വളരെ സ്നേഹത്തോടെ ഒത്തുചേരുന്നതാണ്. ഞാനിവിടെ ഇരുന്നപ്പോൾ ശ്രീകണ്ഠൻ നായർ ചേട്ടനോട് പറയുകയായിരുന്നു, ഞങ്ങൾ വലിയ യോജിപ്പുള്ളവരാണ്. ഞങ്ങളൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ചേരും. ഞങ്ങൾക്ക്
സ്നേഹമേ ഉള്ളൂ, ഈഗോ ഇല്ല എന്ന് പറഞ്ഞു. അതാണ് ഈ ഒരു ഒത്തുചേരലിൻ്റെ ഏറ്റവും വലിയ ഗുണം. നമ്മളിന്ന് 2 അവാർഡുകളാണ് കൊടുക്കുന്നത്. ഈ വർഷം തൊട്ട് ഒരു ആത്മ വണ്ടർ എന്നൊരു അവാർഡ് തുടങ്ങിയാണ്. 2 വ്യക്തികൾക്കാണ് നമ്മളിതൊന്ന് കൊടുക്കുന്നത്. ശരിക്കും അത് അത്ഭുതം തന്നെയാണ് ഈ 2 പേരും. മലയാള സിനിമയിൽ നടനായും സംവിധായകനായും സ്റ്റുഡിയോ ഉടമയായും കഥാകൃത്തായും തിരക്കഥാകൃത്തായും സംവിധായകൻ എല്ലാ വേഷവും എടുത്തണിഞ്ഞ ആദ്യത്തെ, ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ അത്തരത്തിൽ ആദ്യത്തെ ഒരു വ്യക്തിയായാണ് മധുസാർ. മധുസാറിനാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്നത്. ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടുമ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. ഞാനും സന്തോഷിക്കുന്നു. നമുക്കിന്നത് അദ്ദേഹം ഏറ്റുവാങ്ങുമ്പോൾ മലയാളിക്ക് തന്നെ ഒരു അഭിമാനമാണ്, നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ്, നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്കാണ്. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് ഒരാൾക്ക് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് പ്രിയപ്പെട്ട മധുസാറാണ്. കാരണം എന്തുകൊണ്ടും അദ്ദേഹം അതിന് ഇന്ത്യൻ സിനിമയിൽ എന്തുകൊണ്ടും അദ്ദേഹം അതിന് മുൻപ് കിട്ടിയിട്ടുള്ള പല ആൾക്കാരും, മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ അഭിമാനം മാത്രമല്ല ഇന്ത്യയിലെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം നിർമ്മാതാവാണ്, സംവിധായകനാണ്, ഒക്കെയാണ്. പക്ഷേ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നത് മോഹൻലാലിന് കിട്ടിയ അവാർഡ് നമ്മളെ അത്ഭുതപ്പെടുത്തി. കാരണം അദ്ദേഹത്തിന് അത് അർഹിക്കുന്നതാണ്. എന്നാലും ഇത്ര ചെറിയ പ്രായത്തിലാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഇതിനു മുമ്പ് വാങ്ങിയവരെല്ലാം ഒരുപാട് വയസ്സിന്, നമ്മൾ ഈ ദാദാ ഫാൽക്കെ അവാർഡ് വളരെ പ്രായം ചെന്നവർക്ക് കൊടുക്കുന്നൊരു അവാർഡാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അത് കിട്ടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ മോഹൻലാലായിരിക്കും. പക്ഷെ മധുസാറിന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മധുസാർ മലയാള സിനിമയിലെ ഒരു അത്ഭുതം തന്നെയാണ്. അതുപോലെ ആ അവാർഡ് നമ്മൾ കൊടുക്കുന്ന 2ാമത്തെ വ്യക്തി പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായരേട്ടനാണ്. അതും ഒരു അത്ഭുതമാണ്. കാരണം ഞാൻ ആ അത്ഭുതത്തെക്കുറിച്ച് പറയാതിരിക്കുന്നത് ശരിയല്ല. ഒരു പൊതുപ്രവർത്തകൻ കൂടിയായതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയും. കാരണം വാർത്താ ചാനൽ എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റി എന്നാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത്. അതായത് മറ്റുള്ളവൻ്റെ ദുഷിപ്പ് പറയുക, അതിലൂടെ ഒരു ചാനലിനെ വളർത്തിയെടുക്കുക, അതിനോട് റേറ്റിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് റേഡിയോ നിലയത്തിൽ ജോലി ചെയ്ത് അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റിൽ നമ്മൾ തമ്മിലുള്ള പ്രോഗ്രാം ചെയ്തു. എനിക്കറിയാം ഏഷ്യാനെറ്റിൻ്റെ സ്വന്തം റേഡിയോ ദുബായിൽ തുടങ്ങുമ്പോൾ ശ്രീകണ്ഠൻ നായരേട്ടനാണത് അന്ന് ആ റേഡിയോ തന്നെ, ഒരു റേഡിയോ സ്റ്റേഷൻ തന്നെ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിക്കൊടുത്തു എന്ന് ഞാൻ എൻ്റെ ഭാര്യ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ശ്രീകണ്ഠൻ ചേട്ടനാണ് അത് തുടങ്ങിയത് എന്ന് പറയും. അവിടെ ചെന്ന് അവിടെ നിന്ന് മറ്റൊരു രാജ്യത്ത് ഒരു റേഡിയോ നിലയം തുടങ്ങാൻ ആ ഒരു കഴിവുകളെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചാനൽ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ആദ്യം ഫ്ലവേഴ്സ് തുടങ്ങി, നല്ല കലാപരിപാടികളൊക്കെ വന്നു, അതിങ്ങനെ റേറ്റിങ്ങിൽ വന്നു. പക്ഷേ വാർത്താ ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാരണം ഈ വാർത്താ ചാനൽ എന്ന് പറയുമ്പോൾ ശ്രീകണ്ഠൻ ചേട്ടൻ ഒത്തിരി ശത്രുക്കളെ ഉണ്ടാക്കും എന്നുണ്ട്. കാരണം എൻ്റെ സുഹൃത്ത് MK മുനീർ പണ്ടൊരു വാർത്താ ചാനൽ തുടങ്ങി. അപ്പോൾ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങരുത് എന്ന് പറഞ്ഞു. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊരു സിനിമാ നടനാണ്. ഞാൻ എൻ്റെ കയ്യിൽ പണം ഉണ്ടെന്ന് കരുതി ഞാനൊരു സിനിമാ വാരിക തുടങ്ങിയാൽ അന്നത്തെ കാലത്ത് എന്നെപ്പറ്റി പുകഴ്ത്തി എഴുതാൻ പറ്റൂല, മറ്റുള്ളവരെ പറ്റി ഗോസിപ്പ് എഴുതും. അപ്പോൾ എല്ലാവരും എൻ്റെ ശത്രുക്കളായി മാറും. ഇത് ചെയ്യരുത് എന്ന് ഞാൻ അന്ന് മുനീറിനോട് പറഞ്ഞു. പക്ഷേ മുനീർ കേട്ടില്ല. അതിൻ്റെ ഒരുപാട് ഫലങ്ങൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ജീവിതത്തിൽ. പക്ഷേ ശ്രീകണ്ഠൻ ചേട്ടൻ തുടങ്ങുമ്പോൾ ഞാൻ ചേട്ടാ വേണോ എന്ന് ചോദിച്ചു. പക്ഷേ എന്നെ എന്നല്ല, നമ്മുടെ ഈ ഒരു മീഡിയ രംഗത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പോസിറ്റീവായിട്ട് വാർത്തകൾ കൊണ്ട്, നല്ല വാർത്തകൾ, ചില ചാനലിലൊക്കെ നല്ല വാർത്ത എന്ന് പ്രത്യേക വാർത്തയുണ്ട്. കാരണം മറ്റെല്ലാം ചീത്തയാണെന്ന് അവർക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് നല്ല വാർത്ത എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതുപോലെയല്ല, നല്ല വാർത്തകളിലൂടെ കാര്യങ്ങൾ സത്യസന്ധമായി അവതരിപ്പിച്ചുകൊണ്ട്, കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കൂടി, പ്രേക്ഷകനെ കൂടി ചാനലിൻ്റെ പരിപാടികളിൽ ഇൻവോൾവ് ചെയ്യിച്ചു കൊണ്ടുപോയിക്കൊണ്ട് ഒരു ചാനലിനെ അതിൻ്റെ റേറ്റിങ്ങിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രീകണ്ഠൻ ചേട്ടന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എൻ്റെ നാട്ടുകാരനായ ശ്രീകണ്ഠൻ ചേട്ടൻ, എൻ്റെ സ്വന്തം സഹോദരനായ അദ്ദേഹം ഒരു വണ്ടറാണ്. അതുകൊണ്ട് വണ്ടർ അവാർഡിന് യോഗ്യരായ 2 വ്യക്തികളെയാണ് തിരഞ്ഞെടുത്തത്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ചടങ്ങിന് നമ്മളെ സഹായിച്ച ആയത്തിനോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. സമയം കുറഞ്ഞു, നമുക്കിനി സമയമില്ല. 5:30 മണിക്കുമ്പോൾ ഇവിടെ എല്ലാ പരിപാടിയും അവസാനിക്കും. ഇനി ഒരുപാട് കളർഫുള്ളായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ്. താങ്ക് യു ഗണേഷ് ചേട്ടാ. നമ്മുടെ ആത്മ വണ്ടർ അവാർഡ്സ് 2025 തുടക്കത്തിൽ ഗണേഷ് ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് ഏറെ സന്തോഷമുള്ള 2 പേരാണ്. ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട മധു സാറും ഒന്ന് ശ്രീകണ്ഠൻ സാറും. ആത്മയുടെ ആദ്യത്തെ അവാർഡ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് മധു സാറാണ്. ഈ അവാർഡിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് മൂവി വണ്ടർ അവാർഡ് എന്നാണ്. മലയാള സിനിമയിലെ അത്ഭുതമാണ് ആത്മ മൂവി വണ്ടർ അവാർഡ് വിന്നർ 2025 മധുസാറിന് ഇവിടെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആത്മയെ പ്രതിനിധീകരിച്ച്, നിങ്ങളെല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ആത്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മധുസാറിൻ്റെ വീട്ടിൽ പോവുകയും അവാർഡ് നൽകുകയും ചെയ്തു. ആൻഡ് ഓവർ ടു ദ വീഡിയോ വാൾ.
പ്രവർത്തനം നടത്തുന്നത് എനിക്ക് കൂടെ വരണമെന്നും പരിപാടിയിൽ പങ്കെടുക്കണമെന്നും സന്തോഷിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഏതാണ്ട് ഹൗസ് അറസ്റ്റിലാണ്. അങ്ങനെ പോകാറില്ല. ഞാൻ പുറത്ത് നടക്കുകയാണെങ്കിൽ ആരെങ്കിലും പിടിച്ച് നടക്കുന്നതല്ല. അത് ഈ ഉരുണ്ട് വീണാൽ അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അത് കാരണം മര്യാദ ഇവിടെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. സാധാരണ കണ്ടമാനം ഒഴിയില്ലേ ഇങ്ങനെ അടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും അവിടെ നിങ്ങൾ നടത്താൻ പോകുന്ന ഈ വണ്ടർ അവാർഡ്സ് ഫംഗ്ഷന് എല്ലാവിധ വിജയങ്ങളും ഞാൻ നേരുന്നു. താങ്ക് യു സോ മച്ച് മധു സാർ. ഫസ്റ്റ് ആത്മ വണ്ടർ അവാർഡ്സ് 2025 മൂവി വണ്ടർ അവാർഡ് വിന്നർ പത്മശ്രീ മധു. ഇന്നത്തെ ഈ ആത്മഹർഷം പരിപാടിയുടെ പൂർണ്ണമായും ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി പി ദിനേശ് പണിക്കർ അവറുകളാണ്. അദ്ദേഹം 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വലിയ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. എൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. അതും തുടക്കത്തിൽ തന്നെ. കാരണം എത്രയേറെ തിരക്കുണ്ടെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ആ പ്രോഗ്രാംസ് എല്ലാം മാറ്റിവെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടി ഇന്ന് ഹാജരാണ്. അദ്ദേഹത്തിനോട് ആദ്യം നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഈ വേദി ഒരുക്കി തന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശ്രീ ഡോക്ടർ അജിത് രവിയാണ്. അദ്ദേഹത്തിനോട് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം ഇത്ര മനോഹരമായ സ്റ്റേജ്, ഇത്ര മനോഹരമായ ഒരു ആംബിയൻസ് എല്ലാം നൽകിയിരിക്കുന്ന ഈ വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ നമുക്ക് അവാർഡ് ഏറ്റുവാങ്ങാൻ ശ്രീകണ്ഠൻ നായർ ചേട്ടൻ ഇവിടെയുണ്ട്. ബാക്കി അവാർഡ് ഏറ്റുവാങ്ങാൻ അനവധി ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കൂടാതെ എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത് നമ്മുടെ ആത്മ അംഗങ്ങളോടാണ്. കാരണം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഷൂട്ടിങ്ങും നിങ്ങളുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. ഞാൻ ആരെങ്കിലും പേഴ്സണലായിട്ട് എടുത്തു പറഞ്ഞില്ലെങ്കിൽ ക്ഷമിക്കുക. ഏതായാലും എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറയുക ആത്മയ്ക്ക് വേണ്ടി. അത് തന്നെയാണ് എൻ്റെ ദൗത്യം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ദിനേശ് ചേട്ടാ. ഇന്ന് മധു സാറാണ് നമ്മുടെ ആദ്യത്തെ ആത്മ വണ്ടർ അവാർഡ്സിൽ മൂവി വണ്ടർ അവാർഡ്സ് നേടിയത്. പക്ഷേ ഇന്നത്തെ ദിവസത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ മധു സാറിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മധു സാർ 92ാമത് ജന്മദിനം ആഘോഷിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു മധു സാർ. ഏതായാലും മധു സാർ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കേക്ക് കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. മധു സാറിനോട് ആ കാര്യം നമ്മൾ അറിയിച്ചുകൊണ്ട് അതുകൊണ്ട് നമ്മളിവിടെ ആത്മ കുടുംബാംഗങ്ങൾ എല്ലാവരോടും ചേർന്നുകൊണ്ട് നമ്മൾ ഒരു ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് മധു സാറിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. Happy birthday to you. Happy birthday dear Madhu sir. ഞാൻ ചെന്നെങ്കിലും എൻ്റെ 92ാമത്തെ ബർത്ത്ഡേ അല്ല, അത്രയൊക്കെ ഇരിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വളരെ സന്തോഷമാണ് നമ്മൾ മധുസാറിൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ആഘോഷിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ആത്മ വണ്ടർ അവാർഡ്സ് 2025 2ാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു വളരെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പരിപാടിയുണ്ട്. സാധാരണ അവാർഡ് വേദികളിൽ നമ്മൾ വലിയ അലിയാർ സാറിൻ്റെ ശബ്ദത്തോടുകൂടി മറ്റേ വിഷ്വൽ പ്രസൻറ്റേഷനും വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കാരണം ഇവർ രണ്ടുപേരും മധു സാറായാലും ശ്രീകണ്ഠൻ ചേട്ടൻ്റെ സ്നേഹത്തോടെ ഞാൻ വിളിക്കുന്ന ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ എന്ന SKN അല്ലെങ്കിൽ ഒരുപക്ഷെ ആർ ശ്രീകണ്ഠൻ നായർ എന്ന പേരിൽ നിന്നും SKN എന്ന 3 അക്ഷരങ്ങളിലേക്ക് വളർന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹമൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് നമുക്ക് മറ്റു വീഡിയോ ബോൾ പരിപാടികളുടെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ വർഷത്തെ ആത്മ വണ്ടർ അവാർഡ്സിലെ മീഡിയ വണ്ടർ ആർ ശ്രീകണ്ഠൻ നായർ. പ്രിയപ്പെട്ട ശ്രീ KB ഗണേഷ് കുമാർ, ശ്രീ ദിനേശ് പണിക്കർ, നമ്മുടെ അമ്മയുടെ ആത്മാക്കളെ, അമ്മയുടെ കാര്യം ഗണേഷ് കുമാർ പറഞ്ഞു എന്നോട്. കാര്യം നിങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു ഈഗോ ഇല്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ മുന്നോട്ട് പോവുകയാണ്. അത് സത്യം പറഞ്ഞാൽ 3 കലാകാരന്മാർ ചേരുന്നിടത്ത് 4 വഴക്കുണ്ടാകുന്ന ഈ കാലത്ത് നിങ്ങൾ ഇത്രയും പേര് ഒന്നിച്ചു പോകുമെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. നിങ്ങളറിയാതെയാണെങ്കിലും ആത്മയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കാലത്ത് ആത്മയിൽ ഒരു അംഗത്വം എടുത്താലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു പോയി. പിന്നീട് ഞാൻ അറിഞ്ഞു ഇതിനകത്ത് അഭിനയിക്കണമെന്നൊക്കെ അവർക്കാണ് കൂടുതലും പ്രാധാന്യം. ഞാൻ വിചാരിക്കുകയായിരുന്നു, ചില ആൾക്കാർ പറയും നമ്മൾ നെഗറ്റീവായിട്ടൊക്കെ ഒരുപാട് കാര്യം ആലോചിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കുന്നു. പോസിറ്റീവായിട്ട് ആലോചിച്ചാലും
അങ്ങനെ തന്നെയാണെന്ന്. ഞാൻ ഇന്ന് രാവിലെ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ഷോ കണ്ടവർക്ക് അറിയാം, മധുസാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് എന്ന് ശരിക്കും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയുമോ, ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും ആദരിക്കുന്ന ആളാര് എന്ന് എന്നോടൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ അതിനെനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് മധുസാറാണ്. അത് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ തെളിയുന്ന ഒരു കുസൃതിയും കുരുത്തക്കേടുമുണ്ട്, അതിന് സമാനതകളില്ല. കള്ളച്ചിരിയോടുള്ളൊരു കുസൃതിയും പിന്നെ എന്തോ ഒളിപ്പിച്ചു വെച്ചൊരു കുരുത്തക്കേടും, അത് കൃഷ്ണമണികൾക്കിടയിലൂടെ ആ കുരുത്തക്കേട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നതൊക്കെ വളരെ സാഗൂതം ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട്. അപ്പം ഈ അടുത്തിടയ്ക്ക് ഞാൻ മധുസാറിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ചെറുപ്പവും ചുറുചുറുക്കും റൊമാൻസൊക്കെ പറഞ്ഞാൽ വേറൊരു മനുഷ്യനാണ് പിന്നെ പുള്ളി. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ ചിരിക്കേണ്ട, റൊമാൻസ് കയ്യിലുണ്ടെങ്കിലേ വാർദ്ധക്യം വരാതെ ഇരിക്കൂ. അപ്പോൾ നിങ്ങളെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനും അങ്ങനെ തന്നെ. അപ്പോൾ മനസ്സിലായല്ലോ. അല്ല, അത് വളരെ വിവരമുള്ള ഒരാൾ, വേണേ ഞാൻ പേര് പറഞ്ഞേക്കാം, ഏഷ്യൻ ചെയർമാനായ ഡോക്ടർ റെജിമേൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വാർദ്ധക്യം എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ റൊമാൻസ് കുറയുമ്പോഴാന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം അത് തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഗണേഷ് കുമാറിൻ്റെ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് ഞാൻ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം എത്രയോ കാലമായി ഗണേശനുമായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ട്. ഗണേശനെ അഭിനയിച്ച് തുടങ്ങുന്ന സമയത്തിന് മുമ്പേ തന്നെ ബന്ധമുണ്ട്. ബാലകൃഷ്ണപിള്ള സാറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സ്വാതന്ത്ര്യമുള്ള, എന്തും പറയാൻ പറ്റുന്ന ഓരോ ആളായിരുന്നു. അത്ര ബന്ധമുണ്ട്. അതല്ല, ഈ ആത്മയുടെ പ്രസിഡൻ്റായിട്ട് എല്ലാ തിരക്കുകളൊക്കെ ഉണ്ടായാലും പ്രത്യേകിച്ച് ഗതാഗത വകുപ്പ് ഏറ്റവും നന്നായി കൊണ്ടു നടക്കുന്ന ഒരു മന്ത്രിയാണ് സംസ്ഥാനത്തുള്ളത്. ആൾക്കാർക്ക് അഭിമാനിക്കാം. ഈ ഗണേഷ് കുമാർ മന്ത്രിയാവുമ്പോൾ ഞാൻ തന്നെ, ഗണേശൻ ചാനൽ തുടങ്ങണോ എന്ന് എന്നോട് ചോദിച്ച പോലെ ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് തന്നെ ഗണേശൻ ഏറ്റെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. കാര്യം ഇതൊരു ഏടാകുടത്തിലേക്കാണോ ഈ യാത്ര. പക്ഷേ ആ ഒരു സ്ഥാപനത്തെ ആളുകളെല്ലാം അത്ഭുതത്തോടെ നോക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഗണേശൻ മാറ്റിമറിക്കുന്നു. ഇന്ന് ഗണേശൻ്റെ ഒരു പ്രസ്താവന കേട്ട് ഞാൻ തെല്ലെന്നമ്പരന്നു. എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതും എങ്ങനെയായിരിക്കുമെന്ന് ഒരുപക്ഷെ ആളുകൾ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടാവും. അപ്പോൾ അത്രയും കാര്യക്ഷമത കാണിക്കുന്ന ഒരു പ്രസിഡൻ്റാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ള രീതിയിൽ എനിക്ക് അഭിമാനിക്കാം. പിന്നെ ഞാൻ ഈ എന്തുകൊണ്ട് ഈ സ്ക്രീനിൽ പോസിറ്റീവ് ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ രണ്ട് ചോദ്യം ചോദിച്ച് ഒരാളെ കൊല്ലാം. ഈ നമ്മൾ തമ്മിൽ തുടങ്ങിയ ഒരു കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഒരിക്കൽ എൻ്റെ ഈ വേണ്ടാത്ത നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾക്ക് വിധേയനായ ഒരു പൗരപ്രമുഖൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്ത നമ്മൾ തമ്മിലൊന്ന് വീണ്ടും ഇട്ടു നോക്കണം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ചെയ്യുന്ന അപകടം എന്താണെന്ന്. ഞാനൊരു 10 എപ്പിസോഡ് കണ്ടു നോക്കി, സഹിക്കത്തില്ല കേട്ടോ. കാര്യം ആളുകൾ, ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ഗണേശനൊക്കെ വളരെ അടുപ്പമുള്ള ഒരു മന്ത്രിയൊക്കെ ആയിരുന്ന ഒരു മനുഷ്യനോട് ഞാൻ ചോദിച്ചു, ഒരു പരിപാടിയിൽ ഞാൻ ചോദിച്ചു, അങ്ങ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു നിയമസഭാ സാമാജികനാണ്, അങ്ങയുടെ പ്രഭാഷണം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എന്തൊരു വാക്തോരണിയാണ് അങ്ങ്. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങ് പൊങ്ങി, ആകാശം പോലെ പൊങ്ങിയിട്ട്, ഓ അതിലൊന്നും ഇല്ലടേ എന്നുള്ള ലൈനിൽ പുള്ളി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ, അങ്ങനെയുള്ള അങ്ങ് എങ്ങനെയാണ് പത്തനാപുരത്ത് ഒരു ബലാത്സംഗ കേസിൽപ്പെട്ടത് എന്ന് ചോദിച്ചതും ഈ അദ്ദേഹം അപ്പോൾ സിറ്റിംഗ് മിനിസ്റ്ററാണെന്ന് ഓർക്കണം. മന്ത്രി തകർന്ന് തരിപ്പണമായി പോയി, അങ്ങനെ ചാടി അങ്ങ് എണ്ണീറ്റു, വൃത്തിയോട് പറയരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ നോട്ടീസ് കണ്ടില്ലേ, പത്തനാപുരത്ത് ഇറങ്ങിയൊരു നോട്ടീസാണിത്, തെളിവ് സഹിതം ഹാജരാക്കിയതാണ്. പിന്നീട് ഇത് കണ്ടിട്ടാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങളൊന്ന് ഇട്ട് നോക്കണമെന്ന്. അന്ന് ശേഷം ഞാൻ നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും അത് നല്ല മധുരത്തിൽ പൊതിഞ്ഞ് അവർക്ക് കൂടി അലോസരം ഉണ്ടാക്കാത്ത രീതി ചോദിക്കണമെന്ന് പഠിച്ചു. മാത്രമല്ല, ഈ ടെലിവിഷൻ ചാനലിലൊക്കെ തന്നെ ഒരുപാട് കൃത്രിമമായിട്ട് സംസാരിക്കുന്ന ആളുകളായിരുന്നു ഈ വാർത്താ ചാനലൊക്കെ ഇരിക്കുന്നത്. ദൂരദർശനിലൊക്കെ വാർത്ത വായിച്ച ആൾക്കാരെ കണ്ടിട്ടും കള്ളത്തൊണ്ടിൽ സംസാരിച്ച് ശീലിച്ച ആൾക്കാർ, ശ്രീകണ്ഠൻ നായർ എവിടെ പോകുന്നു വരൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. അവരുടെ അണ്ണ ഈ വാർത്തയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയാണ് ശരിക്കും ഞാൻ ഈ മലയാള സിനിമയിൽ മുണ്ടെടുത്ത് വരാം, വാർത്തകൾ ഇങ്ങനെയൊക്കെ വായിക്കാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ ആന കമ്പിക്കപ്പോൾ പറയായിരുന്നു ഒരു ആനയുടെ കഥ. ഈ ആനയെ കാണിക്കുമ്പോൾ ആനയ്ക്കൊരു കമൻട്രി കൊടുക്കുക, ഒരു തമാശയ്ക്ക്, ആൾക്കാർ വീട്ടിൽ നിന്ന് കാണുമ്പോൾ. ഇന്ന് തന്നെ ഞാനൊരു നമ്മുടെ ഡൽഹി റിപ്പോർട്ടറെ ഞെട്ടിച്ചു. ഡൽഹി റിപ്പോർട്ടർ ലൈവിൽ വന്നപ്പോൾ അയാൾ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ട് കാണാൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് നോക്കടേ, എവിടെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിച്ചു. അയാൾ ഞെട്ടിപ്പോയി. ഒരു വാർത്താ ചാനലിൽ നിങ്ങൾക്കത് കാണാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് നോക്കാൻ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വളരെ സന്തോഷം. പൂജപ്പുര രാധാകൃഷ്ണൻ ഇങ്ങനെ മുഴുവൻ സമയ സെക്രട്ടറി അല്ലേ രാധാകൃഷ്ണൻ? രാധാകൃഷ്ണൻ ആജീവനാന്ത സെക്രട്ടറി ആകട്ടെ. പിന്നെ ഗണേശൻ 98 വയസ്സല്ലേ ചോദിച്ചത്?
ആ ഗണേശ ഒരു 125 വയസ്സ് വരെയൊക്കെ ജീവിക്കട്ടെ. കാര്യം ഈ ട്രാൻസ്പോർട്ട് ഇങ്ങനെയൊക്കെ പോകണ്ടേ നമ്മുടെ ഗതാഗത വകുപ്പൊക്കെ. അപ്പോൾ ഒരുപാട് കാലം ഇലക്ഷനൊക്കെ വരിക. അപ്പോൾ അത് ഞാൻ ഗണേശൻ ചെവി പറഞ്ഞു വാർദ്ധക്യം വരാതിരിക്കാനുള്ള കാരണം വെരി വെരി റൊമാൻറ്റിക്. പിന്നെ ആ കാര്യത്തിൽ ഇവർക്ക് ആർക്കും സംശയമില്ല ഗണേശ. അത് സംശയമുള്ള പുറത്തുള്ളവരായിരിക്കും, ഇവർക്കൊന്നും സംശയമൊന്നുമില്ല. ഓക്കെ, എന്തായാലും സന്തോഷം. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു പുരസ്കാരം പോലെ ഞാനതിൽ അത് കാണുന്നുള്ളൂ. അപ്പം അജിത്ത് രവി എന്നോട് അസ്വസ്ഥയിലായിരിക്കും. കാര്യം ഞാൻ അജിത്തിൻ്റെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്നുള്ളൂ. ഞാൻ പിന്നീട് ഇവിടെ വെച്ചാൽ കണ്ട അജിത്തിന്. ഓക്കെ, വളരെ സന്തോഷം. നിങ്ങളുടെ ഈ പ്രോഗ്രാമൊക്കെ നന്നായി നടക്കട്ടെ. ആത്മയ്ക്ക് ഒരു ആത്മകർഷത്തോടെ പറയാൻ കുറച്ച് നല്ല ആളുകൾ ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതും സന്തോഷം. അപ്പോൾ ദിനേശ് പണിക്കരെ പോലെയൊക്കെയുള്ള ഒരു കൃതകസ്ഥരായ നിർമ്മാതാക്കളും ഒക്കെ ഇതിനകത്തുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കൂടി ഞാൻ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുക. അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ചോദിച്ചു ഈ നിർമ്മാതാവിൽ നിന്ന് നടനിലേക്ക് മാറിയപ്പോൾ എന്ത് മാറ്റം ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ നിർമ്മാതാവ് മൊത്തം ടെൻഷനാണ്, അതറിയാമല്ലോ. നിർമ്മാതാവിനെ പണി പിടിപ്പിക്കുക എന്നുള്ളതാണല്ലോ മറ്റുള്ളവരുടെ ജോലി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പം ഞാൻ ജുബ എടുത്തിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പോക്കറ്റുള്ള പൈസ എടുത്തങ്ങ് മേശപ്പുറത്ത് വയ്ക്കും, അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഞാൻ ലൊക്കേഷനിൽ നിന്നിട്ട് അന്നത്തെ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് എന്ത് പ്രൊഡ്യൂസറുടെ ഇയാൾ, ഒരു വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, സിനിമ പിടിക്കാൻ ഇറങ്ങിയിരിക്കുക, ഏക വരെ പണിയൊന്നുമില്ല, ഇന്ന് വീട്ടിലേക്ക് പോവുക, 4 ചീത്തയും പറഞ്ഞിട്ട്. അതാണ് ഇപ്പോഴത്തെ ജീവിതം എന്ന് 20 കൊല്ലത്തിന് മുമ്പ് എന്നോട് പറഞ്ഞത്. സന്തോഷം. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ്. എല്ലാം കൊണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ശ്രീ ഗണേഷ് കുമാറിനും അദ്ദേഹത്തിൻ്റെ ഗതാഗത വകുപ്പ് ഇത്രയും നന്നായി പോകുന്നത് ആത്മയിലെ ഓരോ ആളിനും നിങ്ങൾ അറിയണം. ഈ വകുപ്പ് മോശമായിട്ട് ഈ തുക്കട വണ്ടി ഓടിച്ച് നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് ഈ വണ്ടി കേരളത്തിൽ ഓടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഓരോ സ്ഥലത്ത് ഇരുമ്പോൾ നിങ്ങളുടെ പ്രസിഡന്റ് ആരാ? ഞങ്ങളുടെ പ്രസിഡന്റ് ഗണേഷ് കുമാർ. ഇങ്ങനെ അവർ കൈ കാണിച്ചു. ഇപ്പം നിങ്ങൾക്ക് പറയാം, അഭിമാനത്തോടെ പറയാം, ഞങ്ങളുടെ പ്രസിഡന്റ് ഈ നാട്ടിലൂടെ വണ്ടികളൊക്കെ നന്നായിട്ട് ഓടിച്ച് ട്രാൻസ്പോർട്ട് ലാഭത്തിലായോ ഗണേഷ്? ലാഭത്തിലാക്കാൻ അത്ര എളുപ്പമല്ല കേട്ടോ അത്. പക്ഷേ ലാഭത്തിലാക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതും ഒരു നിങ്ങളുടെയൊക്കെ സ്നേഹവും കരുത്തും വാത്സല്യവും ഒക്കെ തന്നെ ഗണേശന് ശക്തിയാണ് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമ്മൾ ഇനിയും കാണും, ഒന്നുകിൽ സ്ക്രീനിൽ അല്ലെങ്കിൽ പുറത്ത്. താങ്ക് യു. Thank you, sir. Thank you so much. Thank you so much, Srinajata. It was wonderful being with you and thank you so much. ഗണേശേട്ടൻ ഒഴിച്ച് ബാക്കി എല്ലാവരെയും വേദിയിൽ നിന്നും സ്നേഹത്തോടെ യാത്രയാക്കുന്നു. ഗണേശേട്ടൻ മാത്രം നമ്മൾ കുറച്ച് സമയം കൂടെ വേദിയിൽ തുടരട്ടെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ആത്മസംഘടന ശ്രമിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ് നമ്മുടെ മെമ്പേഴ്സിന് ഒരു ഇൻഷുറൻസ് പ്രോഗ്രാം ഏർപ്പെടുത്തുക എന്നുള്ളത്. പക്ഷേ പല കാരണങ്ങളാൽ ഒരുപാട് ചർച്ചകൾ നമ്മൾ നടത്തിയ ഒരു ഏരിയയാണ്. പക്ഷേ അതൊന്നും നമുക്ക് സാധ്യമായില്ല. പക്ഷേ ഇന്ന് ഏറ്റവും അഭിമാനത്തോടെ പ്രസിഡന്റ് ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ ഉത്സാഹത്തോടു കൂടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻഷുറൻസ് പ്രോഗ്രാം തയ്യാറാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ചുമതല ഏറ്റെടുത്ത് ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് കമ്മിറ്റികൾ സന്തോഷം പങ്കുവയ്ക്കുന്നു. നമ്മുടെ അംഗങ്ങൾക്ക് ഭാരിച്ച ചിലവ് വരുന്ന രോഗങ്ങൾ ചികിത്സിക്കാൻ 2 മുതൽ 15 ലക്ഷം വരെ രൂപയുടെ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി ഇന്ന് ഈ വേദിയിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങൾക്കായിട്ട് ഞാൻ ശ്രീ മിസ്റ്റർ വിനോദ് കുമാർജി, ഐ റിക്വസ്റ്റ് Mr. Vinod Kumarji, Regional Head, India Post Payment Bank, Kochi and Trivandrum Headquarters Region, Kerala. I cordially invite you on the stage. Also, I would like to call upon the stage Mrs. Nimimol VM, Senior Manager, India Post Payment Bank, Ernakulam. അടുത്തത് നമുക്ക് ഈ വേദിയിൽ നടക്കുന്നത് മറ്റൊരു നമ്മുടെ ടൈറ്റിൽ സ്പോൺസറായ ഓക്സിജൻ്റെ ഒരു ഇവൻ്റാണ്. ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പേർട്ട്. ലെറ്റ്സ് വാച്ച് എ കോർപ്പറേറ്റ് മൂവി ഓഫ് അവർ ടൈറ്റിൽ സ്പോൺസർ ഓക്സിജൻ. A phone, not just a device, but a bridge that connects dreams. Oxygen, the digital expert. That was Oxygen, the digital expert. I would like to call upon the stage Mr. Jibin K. Thomas, Vice President Oxygen, the digital expert. ഇവിടെയും ഒരു അത്ഭുതം, ഒരു വണ്ടർ ആത്മാംഗങ്ങൾക്കായിട്ട് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് പറയുന്നത്
മിസ്റ്റർ ജിബിൻ കെ തോമസ് തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും നല്ലത്. ആത്മ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻഷുറൻസ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തു, ഒരു ഹോസ്പിറ്റൽ പ്രിവിലേജ് കാർഡ് ലോഞ്ച് ചെയ്തു. ആൻഡ് വൺ മോർ ഇൻ ദ ബാക്ക്. മിസ്റ്റർ ജിബിൻ കെ തോമസ്, ഒരു സർപ്രൈസ് ഉണ്ടല്ലേ നമ്മുടെ ആൾക്കാരോട് പറയാൻ വേണ്ടിയിട്ട്? യാ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ ഭാഗമാകാൻ സാധിച്ചതിൽ ഓക്സിജന്. കാരണം കലയുടെ ഒരു നിറകുടമായ ഈ ഒരു വേദിയിൽ കലയെ ഒരുപാട് സ്നേഹിക്കുന്ന കലാകാരന്മാർക്കൊപ്പം ഇങ്ങനെ ഒരു വേദി പങ്കിടാനായിട്ട് സാധിച്ചതിൽ ഒരു ഭാഗ്യമായി കരുതുന്നു. നമ്മൾ ഇന്നൊരു ഒരു പ്രോഗ്രാം ഇവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആത്മയുടെ അംഗങ്ങൾക്ക് വേണ്ടി ഒരു പ്രിവിലേജ് കാർഡ് ഞങ്ങൾ ലോഞ്ച് ചെയ്യുകയാണ്. അത് ഇത്രയും കയ്യടി പോരാ. കാരണം പ്രിവിലേജുകൾ ഒരുപാട് നമുക്ക് കിട്ടാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ആരും നമുക്കൊന്നും ഓഫർ ചെയ്യില്ല അങ്ങനെ. അപ്പം നല്ലൊരു കയ്യടി കൊടുക്കാം. ഓക്സിജനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, നമ്മൾ ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റുകളാണ്, ഗാഡ്ജറ്റ്സും സ്മാർട്ട് ഫോൺസും അതുപോലെ ഹോം അപ്ലയൻസും എല്ലാം. അപ്പം ഈ ആത്മയുടെ ഒരു അംഗങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് നമ്മുടെ ഏത് ഷോറൂമുകളിലും, നമുക്ക് 43ഓളം ഷോറൂമുകളുണ്ട് കേരളത്തിൽ, ഏത് ഷോറൂമിൽ ചെന്നാലും ആത്മയുടെ അംഗങ്ങൾക്ക് ഒരു പ്രത്യേക പരിഗണന, ഒരു പ്രത്യേക ഡിസ്കൗണ്ട് നമ്മുടെ പ്രോഡക്റ്റുകൾക്കെല്ലാം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഓഫർ ചെയ്യുകയാണ്. താങ്ക് യു. അതോടൊപ്പം മറ്റൊരു സർപ്രൈസും കൂടെ ഉണ്ട്. അത് ഇപ്പം പെട്ടെന്ന് എനിക്ക് വലിയൊരു നിറസാന്നിധ്യത്തിൽ പറയാനായിട്ട് തോന്നിയ ഒരു സർപ്രൈസ് കൂടെയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടി അത് അറിയിക്കുകയാണ്. നമ്മുടെ ആത്മയുടെ മെമ്പേഴ്സിൽ അത് ആത്മ ജൂറി പറയുന്ന അല്ലെങ്കിൽ ആ കമ്മിറ്റി പറയുന്ന ഏറ്റവും നമ്മുടെ മെമ്പേഴ്സിൽ 3 ആളുകൾ അവരുടെ മക്കൾക്ക് ഏറ്റവും നന്നായിട്ട് പഠനത്തിൽ മികവ് തെളിയിക്കുന്ന ഏറ്റവും അർഹരായിട്ടുള്ള 3 ആളുകൾക്ക് ലാപ്ടോപ്പ് 3 പേർക്ക് തികച്ചും സൗജന്യമായിട്ട് നൽകാനും കൂടെ ഈ ഒരു കാര്യം പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ അത് പറയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. സർ, താങ്ക് യു സോ മച്ച്. കാരണം നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്ക് 3 പേർക്ക് ലാപ്ടോപ്പ് നമ്മുടെ ആത്മ മെമ്പർ പ്രിവിലേജ് കാർഡ് ലോഞ്ച് ചെയ്യുന്നു. മിസ്റ്റർ ജിബിൻ കെ തോമസ് ബഹുമാനപ്പെട്ട ഗണേശേട്ടന് നൽകിക്കൊണ്ട് കൈമാറുന്നു. താങ്ക് യു ജിബിൻ. നമുക്ക് ഇന്നത്തെ ഓക്സിജൻ്റെ ഇവരുടെ ഒരു ബ്രാൻഡ് പാർട്ണർ ലെനോവോ ആണ്. ലെനോവോയുടെ ഒരു ലോഞ്ചിങ് കൂടെ നമുക്ക് ഇന്ന് വേദിയിൽ വെച്ച് നടക്കുന്നുണ്ട്. സോ I would like to call upon the stage Mr. Shaiju, Regional Channel Manager, Lenovo India Private Limited. ലെനോവോയുടെ ഒരു പുതിയ ലാപ്ടോപ്പിൻ്റെ ലോഞ്ചാണ് ഈ വേദിയിൽ നടക്കുന്നത്. ലെനോവോ നമ്മുടെ ഓക്സിജൻ്റെ നമ്മുടെ ഈവൻറ്റിൻ്റെ ബ്രാൻഡ് പാർട്ണറാണ്. ഒന്നും പറയുന്നില്ല, കാരണം നമുക്ക് എഴുതിയിരിക്കുന്നത് 20 സെക്കൻഡാണ് മിസ്റ്റർ ഷൈജു സംസാരിക്കുന്നത്. സോ ഒരു 30 സെക്കൻഡ് സംസാരിച്ചു. ഗുഡ് ഈവനിങ് ഓൾ. ആദ്യമേ തന്നെ ജനകീയ താരങ്ങളുടെ കൂട്ടായ ആത്മയ്ക്ക് ഈ ഒരു ഇവൻ്റ് ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന എല്ലാ വിശ്വസും, കൂടാതെ ഈ എൻ്റെ ഫുൾ ഹാർഡ്വെയർ താങ്ക്സ് ടു ജിബിൻ സാർ ആൻഡ് ഓക്സിജൻ ഫോർ ഗിവിംഗ് അസ് ദിസ് ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും അറിയാം ലെനോവോ ഈസ് എ വേൾഡ്സ് നമ്പർ 1 PC ബ്രാൻഡ്. സോ ഞങ്ങൾ ടാഗ് ലൈൻ തന്നെ സ്മാർട്ടർ ടെക്നോളജി ഫോർ ഓൾ, അതായത് എല്ലാവർക്കും ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യാന്നുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ലൈക്ക് സ്റ്റുഡൻസ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, എഡിറ്റേഴ്സ്, കാഷ്വൽ ഗെയിമേഴ്സ്, അങ്ങനെ എല്ലാ കസ്റ്റമറേയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. ഓക്കെ, താഴത്തെ സ്റ്റോളുണ്ട്, നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. സോ വൺസ് അഗൈൻ താങ്ക് യു. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമുക്ക് ഇത്രയും ഗ്രാൻഡായിട്ടുള്ള ഒരു വേദി ഒരുക്കി തന്ന അജിത്തിനെ കൂടാതെ നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ട വേറൊരു വ്യക്തി കൂടിയുണ്ട്. ഒരാളല്ല, കുറേ പേര്. കാരണം അവരെല്ലാം സഹകരിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് ആത്മയ്ക്ക് ഒരു മുതൽക്കൂട്ടായി ഒരു സ്പോൺസർഷിപ്പ് എമൗണ്ട് ഓരോരുത്തർ തരികയും അതിൻ്റെ ബേസിസിൽ നമുക്കിന്ന് ഈ വളരെ മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്. അവരുടെ എല്ലാവരുടെയും ലിസ്റ്റ് ഞാൻ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ നന്ദി പറയും. കാരണം മിക്കവാറും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്തെടുക്കാനും കുറേ പേര് വളരെ വില്ലിങ്ങായിട്ട് ഇങ്ങോട്ട് വന്നവരുമുണ്ട്. അവരോടെല്ലാവരോടും പ്രസിഡൻറ്റിൻ്റെ ഒരു 2 വാക്കുകൂടി അതിന് വേണം ശരിക്കും പറഞ്ഞത്. കാരണം അവരെല്ലാം ആഗ്രഹിക്കുന്നത് പ്രസിഡൻറ്റിൻ്റെ ഒരു സാമീപ്യം, പ്രസിഡൻറ്റിൻ്റെ 2 വാക്ക്,
ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പ്രസിഡന്റിന് കൊടുക്കുകയാണ്. അദ്ദേഹം നന്ദി പ്രകടിപ്പിക്കുന്നു. സ്പോൺസേഴ്സ് എല്ലാം നന്ദി പറയുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും ഒരു പ്രോഗ്രാം ഒരു ഷോർട്ട് നോട്ടീസിൽ സെറ്റ് ചെയ്തു. അജിത്ത് ഈ വേദി നമുക്ക് തന്നു, ഇത്രയും മനോഹരമായൊരു വേദി തന്നു. ആ വേദി തരുമ്പോൾ നല്ല ഒരു സ്പോൺസർഷിപ്പ് തന്നുകൊണ്ട് ആത്മയെ സഹായിച്ച എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. അവരെ എല്ലാം വേദിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു മൊമെൻറ്റോ സ്വീകരിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ ഇൻഷാദ് നസീം, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, മൂവി വേൾഡ് വിഷ്വൽ മീഡിയ രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവും ഒട്ടേറെ നേട്ടങ്ങളും കരസ്ഥമാക്കിയ ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ ഡിജിറ്റൽ കണ്ടന്റ് പ്രൊഡക്ഷൻ കമ്പനിയാണ് മൂവി വേൾഡ് വിഷ്വൽ മീഡിയ. നികേഷിന് നിങ്ങൾ ഇങ്ങനെ ഈ ചെറിയ വാമായിട്ടുള്ള വെൽക്കം ഒന്നും കൊടുത്താൽ പോരാ. കാരണം ഇന്ന് ഈ ഷോയിന് ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഷോ നടക്കുമോ നടക്കില്ലയോ എന്നൊരു സംശയത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ നമുക്ക് സ്പോൺസറായിട്ട് വന്ന് കുറേ പേരെ സഹായിച്ചത്, അതിന് കാരണക്കാരൻ ഈ നികേഷ് തന്നെയാണ്. നികേഷാണ് സത്യം പറഞ്ഞ ഓടി നടന്നത്. അത് അറ്റു ഇൻ എ ഷോർട്ട് പീരീഡ്, ഒരാഴ്ച കൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള സ്പോൺസേഴ്സിനെ എല്ലാം കോൺടാക്ട് ചെയ്ത് ഇവിടെ എത്തിച്ചത്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ നികേഷിന് കൊടുത്തേ പറ്റൂ. താങ്ക് യു സർ. നമ്മുടെ ഒരിക്കൽ കൂടി നമ്മുടെ ഈ പ്രോഗ്രാം ആത്മഹർഷം 2025 ഒരു വിജയമാക്കാൻ സഹായിച്ച എല്ലാ സ്പോൺസേഴ്സിനോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഓക്കെ, പ്രയർ ടു ദാറ്റ് നമ്മളൊരു രസകരമായിട്ടൊരു ഫാഷൻ ഷോ നമ്മുടെ ആത്മ മെമ്പേഴ്സ് തന്നെ എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ വന്നു പോകുന്ന ഒരു ഫൺ ഫാഷൻ ഷോ, ഒരു 10 മിനിറ്റ്. നമ്മള് ജോറി എന്താണ് പറഞ്ഞേ? ഒരു മിനിറ്റ്. അതെ, നിങ്ങളെല്ലാവരും ഇങ്ങനെ ബലമായിട്ട് ശ്വാസം പിടിച്ചിരുന്ന് ശ്വാസം വിട്ടുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ റാം വാക്കിൽ 1ാം സ്ഥാനം 2ാം സ്ഥാനം 3ാം സ്ഥാനം നേടുന്നവർക്ക് വളരെ മനോഹരമായ സമ്മാനമുണ്ട്. അത് കൂടാതെ 5 പേർക്ക്, 1, 2, 3 എത്താത്ത 5 പേർക്ക് നമ്മുടെ SP ഗ്രാൻഡേഴ്സ് ട്രിവാൻഡ്രം നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് SP ഗ്രാൻഡേഴ്സ് ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള താമസത്തിൻ്റെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ആ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റ് എല്ലാവരും ഈ റാം വാക്കിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. മര്യാദയ്ക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ടു, ഞങ്ങള് ഒരു ട്രാക്കിൽ കൊണ്ടുവന്നതാണ്. അതൊക്കെ വന്ന് കോളാക്കിയിട്ട് പോയി. ഒന്ന് ക്ലാപ്പ് ചെയ്യാൻ പ്ലീസ്. ഇത് നമ്മുടെ ആത്മഹർഷമാണ്, നമ്മുടെ ഉത്സവമാണ്, നമ്മുടെ ഉത്സാഹമാണ്. പരിപാടി തുടങ്ങിയപ്പോഴേ അപ്പൊ രശ്മി എന്താ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്? ഞാൻ ചെയ്യട്ടെ, ഞാൻ വന്നതിന്റെ പുറകിൽ നിങ്ങൾ എന്തിനാ വന്നേ? അല്ല, രശ്മി ചേച്ചി ലക്ഷ്മി ചേച്ചി നടക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ നടന്നു. എന്താ വിളിച്ചേ? ലക്ഷ്മി ചേച്ചി. അയ്യോ, ഇവന്റെ കൊച്ചും ഞാനും ഒരുമിച്ചാ പഠിക്കുന്നത്. എന്നിട്ട് വിളിക്കുന്നുണ്ട് ചേച്ചി. ഇങ്ങനൊക്കെ പ്രായം കുറയ്ക്കും. ശരീരം കണ്ടാൽ മാത്രമേ ഉള്ളൂ, പ്രായം കുറവാ. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് സമ്മാനങ്ങളുണ്ടെന്ന് കിഷോർ പറഞ്ഞ പോലെ ധാരാളം സമ്മാനങ്ങളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവർ നമുക്ക് വിളിച്ചാലോ ഓരോരുത്തരായിട്ട്? ഒരു കാര്യം ചെയ്യാം. അതായത് ഞങ്ങൾ ഇന്ന് വെളുപ്പിന് 5:31 തിരുവനന്തപുരത്ത് നിന്ന് ഒരു 33 പേര് വണ്ടി പിടിച്ച് വന്നിട്ടുണ്ട് കാലടി ഓമനിച്ചിന്റെ നേതൃത്വത്തില്. ഒരു കാര്യം ചെയ്യാം, കാലടി ഓമന ചേച്ചി തന്നെ വിളിച്ചാലോ? വിളിക്കാം. വിളിക്ക് ചേച്ചിക്ക്. അല്ല, ചേച്ചി കാലിന് വല്ല വേദന വല്ല ഉണ്ടോ? ചേച്ചിക്ക് കാലിന് ഒരു കുഴപ്പമില്ല. ചേച്ചിയുടെ പേര് തന്നെ കാലടി എന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആത്മയിലെ എല്ലാ അംഗങ്ങളും അറിയാൻ വേണ്ടി പറഞ്ഞു. കാലടി ഓമന ചേച്ചി കുറെ നാളെ നമ്മളെ പറ്റിക്കായിരുന്നു. എന്താണ്? നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമോ? ഇല്ല. ഈ കാലടി എന്ന് പറയുമെങ്കിലും ചേച്ചി 5 അടി 1 ഇഞ്ചുണ്ട്.
ചേച്ചി 5 അടി 3 ഇഞ്ചുണ്ടല്ലേ? 5 അടി 3 ഇഞ്ചുള്ള കാലടി ഓമന ചേച്ചിയുടെ നേതൃത്വത്തിൽ ആത്മഹർഷം ഫാഷൻ ഷോ ആരംഭിക്കാൻ പോവുകയാണ്. ചേച്ചി മോഡൽസ് എല്ലാം വന്നു കഴിഞ്ഞു. നമ്മുടെ ടീം റെഡി ആയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ അവിടോട്ട് ഇപ്പൊ നിൽക്കണ്ടേ? അല്ല, അതൊക്കെ വലിയ ആൾക്കാരുള്ള സ്ഥലമാണ്. ഇവിടെ അങ്ങനെ നിൽക്കാം. അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് അജിത്തേട്ടൻ പെഗാസിസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റൻസ് എത്തിയിട്ടുണ്ട്. അപ്പൊ തുടങ്ങാൻ പോവാണ്. ഒരു അടുക്കും ചിട്ടായിട്ട് ഓമനച്ചി ഒന്ന് ബാക്കിൽ നിന്നിട്ട് ആ മ്യൂസിക്കിനനുസരിച്ച് തുടങ്ങാൻ പോവാണ്. ചേച്ചി ആ മ്യൂസിക്കിൽ നടന്നു വരിക. മ്യൂസിക്കിൽ ചേച്ചി നടക്കാൻ തുടങ്ങാണ്. മ്യൂസിക് പ്ലേ ചെയ്തോ. കോളേജ് പ്രിൻസിപ്പൽ വന്നിട്ടുണ്ട്. അടിപൊളി. ചെറിയങ്കിഴി ശാർക്കര വിലാസത്തിലെ ഹെഡ് മിസ്ട്രസ് വരുന്നു. ആനന്ദ് പ്രതീക്ഷ. നമ്മള് ലോകത്ത് പലതരത്തിലുള്ള കൂട്ടയോട്ടങ്ങൾ കണ്ടിട്ടുണ്ട്, കൂട്ട കല്യാണം കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമാണ് കൂട്ട ഫാഷൻ ഷോ നടക്കുന്നത്. ഇത് ഓടിച്ചിട്ടൊരു ഫാഷൻ ഷോ. വേറെ ആളെ വിളിച്ചോണ്ടേക്കാണ്. ഒരിക്കൽ പോയവർ വീണ്ടും വരരുത്. റെഡി കഴിഞ്ഞു പൊയ്ക്കോ, സമയമില്ല. ഇതാരിത്? ഹിമാലയത്തിൽ നിന്ന് വന്നതാണോ? ഒരു കൈയടി കൊടുക്കാം, നല്ല കൈയടി കൊടുക്കാം. ഒന്ന് ചരിഞ്ഞാൽ കാണിച്ചോട്. ഒന്ന് നിരത്ത്. ഫാഷൻ ഷോ കഴിഞ്ഞ ഒരാള് ക്ഷീണിച്ചിറങ്ങി പോവുകയാണ്. കൊടുക്കാം. ഇത് രാജേഷ് ചേട്ടന് മാത്രമേ സാധിക്കുള്ളൂ. രാജേഷ് ഹെബ്ബാറിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണത്. മഹാറാണിയുടെ 20,000 രൂപയുടെ സമ്മാനം മറന്നുപോണ്ട. 20,000 രൂപയുടെ സമ്മാനം. ബോഡി വിത്ത് മസിൽസ് ആണ്. അതുപോലെ തന്നെ ഇത് സത്യമായിട്ട് മഹാറാണിയുടെ സാരി തന്നെയാണ്. നിങ്ങൾ രണ്ടാം തവണയാണ് ഓരോ പെണ്ണുങ്ങളെ കൊണ്ടുവരാറ്. പല സ്ഥലങ്ങളിൽ നിന്ന് സമ്മാനം മാറിക്കൂട്ടിയ പ്രിയങ്ക ചേച്ചി. പ്രിയങ്ക ഒന്ന് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് ആയി. മനോജ് ചേട്ടൻ ബീര ചേച്ചിനെ ഒഴിവാക്കിക്കൊണ്ട് മനോജ് ചേട്ടൻ ബീര ചേച്ചിനെ ഡൈവോഴ്സ് ചെയ്തുകൊണ്ട് വീണ്ടും വന്നിരിക്കുന്നു. എവിടെ ബീര ചേച്ചി? ഹലോ, പേര് കേട്ടിട്ട് വരും. നിങ്ങൾ ഓർഡർ തെറ്റിക്കരുത്. സംഘാടകരെ ധിക്കരിക്കുന്നവർക്ക് സമ്മാനം തരില്ല. ഇത് ആത്മഹർഷം എന്നാണ് പരിപാടിയുടെ പേര്. ആത്മരോധനമാക്കരുത്. വിളിച്ചിറക്കൊണ്ടങ്ങ് പോവാ. പ്രമോദ് മണി വിളിച്ചിറക്കൊണ്ടങ്ങ് പോകും പോലെ. അയ്യോ, ഏതോ പ്രതി പിടിക്കാൻ പോകും പോലെ പോവാണ്.
മനോജേട്ടൻ എന്തായാലും ബീന ചേച്ചി തിരിച്ചിട്ടിരിക്കുകയാണ്. കണ്ണടച്ച് നടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് നടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് നടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് നടക്കുന്നത് ഞാൻ കണ്ടു. വീട്ടിൽ കയറ്റാൻ കൊള്ളാമോ? ഇന്ന് മിക്കവാറും വീട്ടിൽ കയറ്റാൻ വഴിയില്ല. നിപ്പിനാണ് പൈസ. ഒരാളുണ്ട്, ഒരാൾ. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മള് ഈ പറഞ്ഞ പോലെ ആത്മഹർഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നിപ്പോ രസകരമായ രീതിയിലാണ് ഒരു ഗെയിം ഷോ, ഒരു ഫണ്ണായിട്ടുള്ള ഒരു പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഫാഷൻ ഷോ സംഘടിപ്പിച്ചത്. ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ നമ്മുടെ കുടുംബക്കാരെല്ലാവരും ഏകദേശം പങ്കെടുത്തു എന്നുള്ള ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നമുക്ക് ഒരുപാട് സമ്മാനങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അതിന്റെ വിശദമായ കാര്യങ്ങൾ പറയാനായിട്ട് ദിനേശ് ചേട്ടനും കിഷോർ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് നമ്മൾ തരുന്നത് മഹാറാണി ടെക്സ്റ്റൈൽസ് ആണ്. അവർ 20,000 വൗച്ചർ. പക്ഷേ ഇപ്പം നമുക്ക് ലക്കിടിപ്പൊന്നും എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടും അവർ നേരിട്ട് അത് അറിയിക്കുന്നതായിരിക്കും. ആ വ്യക്തിക്ക് നേരിട്ട് 20,000 രൂപയുടെ വൗച്ചർ കിട്ടുന്നതായിരിക്കും. കൂടാതെ 5 പേർക്കുള്ള SP ഗ്രാൻഡിലുള്ള നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള SP ഗ്രാൻഡ് നമ്മുടെ സ്ഥിരം ജനറൽ ബോഡി കൂടുന്ന സ്ഥലത്ത് നമുക്ക് താമസിക്കാനായിട്ട് 5 പേർക്ക് വീണ്ടും ഭാഗ്യം കിട്ടുകയാണ്. അവർക്ക് ഒരു ഓവർനൈറ്റ് സ്റ്റേ അവിടെ താമസിക്കും. ആ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആ വിന്നേഴ്സിനെ അറിയിക്കുന്നതായിരിക്കും. ഇനി കിഷോർ. താങ്ക് യു സോ മച്ച്. ഈ നമ്മുടെ ജൂറി പാനൽ എസ്പെഷ്യലി അനീഷ് രവി, ജിൻഡോ, രശ്മി ഇത് കളർഫുൾ ആക്കിയതിന് വളരെ സന്തോഷം. ഒപ്പം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ആത്മ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജെന്റിൽമാൻ. താങ്ക് യു. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തോട്ട് എത്തുകയാണ്. നേരത്തെ നമ്മുടെ ഈ ഷോ ഇത്രയും മനോഹരമാക്കി നമ്മുടെ സ്പോൺസേഴ്സിൻ്റെ അവാർഡിൽ കൊടുത്ത സമയത്ത് 3 പേര് മിസ്സിംഗ് ആയിരുന്നു. അവരെത്തിയിട്ടുണ്ട്. അവർക്കോട്ടുള്ള അവാർഡ് കൊടുത്തുകൊണ്ട് നമ്മുടെ ആത്മ വണ്ടർ അവാർഡ്സ് 2025 അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പാർട്ട്നേഴ്സിന്, നമ്മുടെ ബ്രാൻഡിംഗ് പാർട്ട്നേഴ്സിന് അവാർഡ് കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഗണേഷ് ചേട്ടനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ക്ഷണിക്കുന്നു ശ്രീ ഫൈസൽ ചെറിയാൻ, ഫൗണ്ടർ ആൻഡ് CEO IFA ഫർണിച്ചർ. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ ടോം താടിച്ചൽ ആൻഡ് സമീർ KP, സ്റ്റീവിയ ഡിലൈറ്റ്സ്. അടുത്തതായി ക്ഷണിക്കുന്നു മിസ്സസ് തസ്നി റഫീഖ്, മാനേജിംഗ് പാർട്ട്ണർ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മിസ്സസ് തസ്നി റഫീഖ്, മാനേജിംഗ് പാർട്ട്ണർ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മിസ്സസ് തസ്നി റഫീഖ്, മാനേജിംഗ് പാർട്ട്ണർ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നമ്മുടെ സ്പോൺസേഴ്സിൻ്റെ ഉള്ള അവാർഡ് നമ്മൾ തീരുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ആത്മ വണ്ടർ അവാർഡ്സ് 2025 പ്രമുഖമായ 2 അവാർഡുകൾ കൂടെ നമുക്ക് കൊടുക്കാനുണ്ട്. അതിൽ ആ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ആത്മ വണ്ടർ അവാർഡ്സ് 2025 നമ്മൾ മൂവി വണ്ടർ അവാർഡ് മധുസാറിന് കൊടുത്തു, മീഡിയ വണ്ടർ അവാർഡ് ശ്രീകണ്ഠൻ ചേട്ടന് കൊടുത്തു. നമുക്ക് അടുത്തത് ബിസിനസ് വണ്ടർ അവാർഡാണ്. ഈ പുരസ്കാരം നേടുന്നത് ശ്രീ VP നന്ദകുമാർ, മാനേജിംഗ് ഡയറക്ടർ മണപ്പുറം ഫിനാൻസ്. And moving on to the next award, this is very, very special for us and especially to me. ഈ അവാർഡിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ അവാർഡ് നേടുന്ന ഒരാൾ മറ്റാരുമല്ല, നമ്മുടെ ശ്രീ അജിത് രവി പെഗാസസ് ആണ്. ലോകത്തിൽ ആരും ചെയ്യാത്ത ഒരു ചലഞ്ച് അദ്ദേഹം സ്വയം ഏറ്റെടുത്ത് ചെയ്യുകയുണ്ടായി. പക്ഷേ നമ്മൾ പല റൈസ് ബക്കറ്റ് ചലഞ്ച്, ഐസ് ചാലഞ്ച് തുടങ്ങിയ പല ചാലഞ്ചസിനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ ശ്രീ അജിത് രവി മുന്നോട്ട് വെച്ച ഒരു ചലഞ്ച്, ആ ചലഞ്ച് എന്താണ് എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ വീഡിയോ ബോൾ. 100 ലൈഫ് ചലഞ്ച് വണ്ടർ അവാർഡ് ദാറ്റ് ഗോസ് ടു ഡോക്ടർ അജിത് രവി പെഗാസസ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാനൊരു 2 years ബാക്ക് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അന്ന് 17,000 crores ഒരു കാൽക്കുലേഷൻ ഉള്ളായിരുന്നു. ഇപ്പം മണപ്പുറം ഹാവ് ക്രോസ് മോർ ദാൻ 50,000 crores.
അതിന് ഒരു കയ്യടി കൊടുക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ ന്യൂസ്. 50,000 കോടിയുടെ മേളിൽ അസറ്റുള്ള നന്ദകുമാർ സാറിനാണ് എനിക്ക് മുമ്പ് ഇത് കൊടുത്ത്. ആൻഡ് ഹീസ് മൈ മെൻറ്റർ. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നൊരു അവാർഡ് മേടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം മരിച്ചു പോയാലും കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. ആൻഡ് ഗണേശ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റിയതിൽ എനിക്ക് ഏറ്റവും സന്തോഷം. അതിനൊരു റീസൺ ഉണ്ട്. ഞാൻ ഇവിടെ ഉള്ളതിൽ ഒരു ബെസ്റ്റ് മിനിസ്റ്റർ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ബി ചൂസിങ് ഹിം. ഡെഫിനറ്റ്ലി. കാരണം ഇത്രയും കഴിവുള്ള നമ്മളെല്ലാവരും ത്യജിച്ചിരുന്ന വേണ്ടാന്ന് പറഞ്ഞിരുന്ന KSRTCനെ ലാഭത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മന്ത്രിയാണ് അദ്ദേഹത്തിനെ. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഒരു ഗോൾഡ് മൈനാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, the smartphone expert.